പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത ഒരു സഹോദരി കളറ് പോരെന്ന് പറഞ്ഞ് ഭർത്താവിനാൽ അവരുടെ കുടുംബത്താൽ പീഡിപ്പിക്കപ്പെട്ട് മാനസികമായി തകർത്തതിന്റെ പേരിൽ ഒരു പ്രിയപ്പെട്ട വിദ്യാഭ്യാസമുള്ള നല്ലൊരു സഹോദരി മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയ വിവരം നമ്മളൊക്കറിയാം. ഭർത്താവ് എന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യനെന്നും പറയുന്നില്ല. ഭർത്താക്കന്മാർക്കും പുരുഷന്മാർക്കും അപമാനമായിട്ടുള്ള ചില ആളുകൾ എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയൂ. അത്രമേൽ ഒരു സഹോദരിയെ പെണ്ണ് കണ്ട് അതിനുശേഷം ഇഷ്ടപ്പെട്ട് അതിനുശേഷം അവരുടെ കുടുംബത്തിലെ സഹോദരിമാരടക്കമുള്ള ആളുകൾ പോയി വീണ്ടും കാണുന്നു. കണ്ടതിനു ശേഷം അവർക്ക് ഇഷ്ടങ്ങൾ കൈമാറുന്നു, സന്തോഷങ്ങൾ കൈമാറുന്നു. അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ നിശ്ചയമുറപ്പിക്കുന്നു, നിക്കാഹ് ചെയ്യുന്നു. 20-28 ദിവസത്തോളം ഭാര്യ ഭർത്താക്കന്മാരായി നാട്ടിൽ അവര് കഴിച്ചുകൂട്ടുന്നു. അതിനുശേഷം വിദേശത്ത് പോയി ഈ സഹോദരി ഭാര്യക്ക് കളറില്ലെന്ന് പറഞ്ഞ്, കറുപ്പാണെന്ന് പറഞ്ഞ് അപമാനിച്ച് മാനസികമായി ഒരു സഹോദരിയെ ഇല്ലാതാക്കിയ നരാധന്മാർ, ഇവരെ നിയമത്തിന്റെ മുന്നിൽ അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്തേ പറ്റൂ. ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ സഹോദരിമാരോടാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പരാജയങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ നിങ്ങൾ തകരരുത്. നമ്മളെന്ന് പറയുന്നത് തകർച്ചയിൽ നിന്ന് ഉയർത്തിയെഴുന്നേൽക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. ആ സമയത്ത് നമ്മൾ തകർന്ന് ഒരു കയറ് കഷ്ണത്തില് ജീവനൊടുക്കേണ്ടവരല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മള് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷയിൽ വിജയിക്കുന്നവരല്ല. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ്, അതുകൂടി അർത്ഥമാക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മനുഷ്യപ്പറ്റില്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ പോലും അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി കയ്യാമം വെക്കാനുള്ളത് കൂടിയാണ് വിദ്യാഭ്യാസമെന്ന് സഹോദരിമാർ തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണ്. ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ ജീവനൊടുക്കുക എന്നുള്ളത് ഒന്നിന്റെയും പരിഹാരമല്ല എന്ന് പ്രിയപ്പെട്ട സഹോദരിമാർ തിരിച്ചറിയണം. ഇത്തരം ഘട്ടങ്ങൾ നേരിട്ട നിരവധി സഹോദരന്മാർ നമുക്കിടയിലുണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ സമയത്ത് അവര് ഭർത്താക്കന്മാരെ ഒഴിവാക്കി ഇറങ്ങിപ്പോരേണ്ട സമയത്ത് അവര് വിദ്യാഭ്യാസം നേടി, അവർ ഗവൺമെന്റ് ജീവനക്കാരും അല്ലാത്ത ജോലികളും നേടി അവര് ജീവിതത്തെ കെട്ടിപ്പടുത്ത നൂറുകണക്കിന് സഹോദരിമാർ മാതൃകയായി നമുക്കിടയിൽ ഉണ്ടാകുമ്പോ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ നേരിടാതെ പോകരുത് എന്നാണ് ഇത്തരത്തിൽ ആലോചിക്കുന്ന സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഒറ്റ കാര്യം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം, ഇവരുടെയും മക്കളുടെ, നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ സ്നേഹജീയ മക്കൾക്ക് ഭർത്താക്കന്മാരെ തെരയുന്ന മാതാപിതാക്കളോടാണ്. കളറ് നോക്കി, വലിയ വീട് നോക്കി, സാമ്പത്തികം നോക്കി, വീടിന്റെ ഇന്റർലോക്ക് നോക്കി, വീടിന്റെ ചുറ്റുമതിൽ നോക്കി, ഗേറ്റ് നോക്കി, സൗന്ദര്യം നോക്കി ഭർത്താവിനെ കണ്ടെത്തി മക്കളെ കെട്ടിച്ചയക്കുന്നവരോടാണ്. പക്ഷേ അതാണ് ഒരു മനുഷ്യനെന്ന് നിങ്ങൾ തിരിച്ചറിയത്. മനുഷ്യപ്പറ്റുള്ള സ്നേഹം നൽകാൻ കഴിയുന്ന, നിങ്ങളെ മക്കളെ നിങ്ങൾ നോക്കിയ പോലെ മരണം വരെ നോക്കാൻ കഴിയുന്ന ഒരു കരുതലും കാവലുമായ ഒരു കൈകളിലേക്കാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത്തരത്തിലുള്ള ക്രിമിനൽ മനസ്സുള്ളവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അത് പള്ളി കമ്മിറ്റിയാലും അമ്പല കമ്മിറ്റിയാലും നാട്ടുപ്രമാണിമാരോടും അന്വേഷിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ പുതിയ കാലഘട്ടത്തിൽ നിങ്ങളെ മക്കളെ സുരക്ഷിതമായ കൈകളിൽ ഏൽക്കുമ്പോൾ നിങ്ങൾ കളറും വലുപ്പവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഭദ്രത എന്നതിന്റെ അപ്പുറത്ത് നല്ല മനുഷ്യപ്പറ്റുള്ള മനുഷ്യനായ ഒരു ഭർത്താവിനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ, സ്നേഹനിധിയായ ഭർത്താവിനെ എത്തിച്ചു കൊടുക്കാനാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അവസാനമായി ഇവിടുത്തെ ഭരണകൂടത്തോടാണ്. നിയമപരമായ സംവിധാനങ്ങൾക്ക് പരിരക്ഷ കൊടുക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കോടതിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടാണ്. ഇത്തരത്തിലുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാത്തതാണ്, അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കാത്തതാണ് നമ്മുടെ സഹോദരിമാർക്ക് ഇന്ന് ഈ പ്രതിസന്ധികൾ പലയിടത്തും നേരിടേണ്ടി വരുന്നത്. സ്ത്രീ സുരക്ഷയുടെ പേരിൽ സംസാരിച്ചാൽ മാത്രം പോരാ. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത കൂടി ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിനും ആ നിയമത്തിന് കാവലിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ജുഡീഷ്യറിക്കും ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായി നീതിപൂർവമായ ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടാവണം. കളറിന്റെ പേരിൽ, വലുപ്പത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ, സഹോദരിമാരെ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഇനി സാംസ്കാരിക കേരളത്തില് നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരിയാണ് നമുക്കിടയിൽ നിന്ന് വേദനാജനകമായ രീതിയിൽ വിട പറയേണ്ടി വന്നത്. ഇനി ഒരാൾക്കും അത്തരത്തിൽ
വിട പറയേണ്ട ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ സത്യസന്ധമായി നീതി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടവും നിയമപാലകരും അതിന് മുൻകൈയെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വീണ്ടും സഹോദരിമാർ, പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരിമാർ, പെങ്ങന്മാരോട് പറയുന്നു, ജീവൻ എന്ന് പറയുന്നത് മരണം വരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. അത് ഭർത്താവിന്റെ കീഴിലായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൃത്യമായി ആ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മാനസികാവസ്ഥ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ കഴിയണം. പരാജയപ്പെട്ടവർ ജയിച്ചതുകൂടിയാണ് ഈ ലോകമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ജയ് ഹിന്ദ്.